ഞാൻ സുരേഷ് ഗോപി വഴിയല്ല ഈ ബി ജെ പിയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആൻസറബിൾ അല്ല. ഇനിയിപ്പോൾ ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ മാറില്ല. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ബി ജെ പിയുമായി യോജിച്ചാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന സുരേഷ് ഗോപി അടക്കം വിളിച്ചിട്ടുണ്ടാവുമല്ലോ ഈ സമയം കൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹത്തെ കൂടി കമ്പയർ ചെയ്ത് ഈ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണോ? അല്ല സുരേഷ് ഗോപി വഴിയല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ സുരേഷ് ഗോപി വഴിയല്ല ഈ ബി ജെ പിയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആൻസറബിൾ അല്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി അതിനകത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു, അല്ല നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു ആലോചനയ്ക്കുള്ള സ്പേസ് എനിക്കില്ല. ഇനിയിപ്പോൾ ആര് വന്ന് പറഞ്ഞാലും ഞാനിതിൽ മാറില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എൻ്റെ ചിന്ത എൻ്റെ ഒരു വേറിട്ടൊരു രാഷ്ട്രീയമാണ്, മനസ്സിലായില്ലേ? അതായത് മതങ്ങളിലും ഒന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജാതി മതങ്ങളൊന്നും പാടില്ല, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പാടില്ല, സ്നേഹം വേണം എന്ന് പറയുന്ന ഈ മുഹമ്മദ് നബി പോലെയുള്ള വലിയ വലിയ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഞാൻ എതിരാണ്. അത് എതിർത്തിട്ടുണ്ട്, ഓപ്പണായിട്ട് എതിർത്തിട്ടുണ്ട്. എൻ്റെ ഈ സുരക്ഷ എന്തായാലും ശരി, അതിനൊക്കെ ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ രാഷ്ട്രീയത്തിൽ തുടരുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു പാർട്ടി അവിടെ നിലവിലുണ്ട്. അത് ഡിസോൾവ് ചെയ്തിട്ട് കേരള പീപ്പിൾസ് പാർട്ടി 2004 തുടങ്ങിയതാണ്. 2004 തുടങ്ങിയ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി 2021 ബി ജെ പി ചേരാൻ വേണ്ടിയിട്ട് ഡിസോൾവ് ചെയ്തു. അന്ന് എനിക്ക് 14,000 അംഗങ്ങളുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ചെറുതാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിരുന്നു പാർട്ടി. ആ പാർട്ടിയുടെ പ്രവർത്തനം വീണ്ടും ആക്കി കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു 2 മാസം മുമ്പ് ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് അനൗൺസ് ചെയ്തത്. ദീർഘകാല ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും. അല്ലാണ്ട് ഒരു എടുത്തു ചാടിയതല്ല. അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസിനൊപ്പം തുടരുമോ, അല്ലെങ്കിൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കും? ഇല്ലല്ലോ, കോൺഗ്രസിൽ എനിക്ക് വിശ്വാസമില്ല, കമ്മ്യൂണിസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അതല്ലേ പ്രശ്നം. അയ്യേ, അത് എന്നെ പിന്നെ നാണക്കേടാക്കുന്ന സംഗതിയാണത്. ബി ഡി ജെ എസിൽ ഞാൻ ചേരില്ലല്ലോ. ഞാനൊരു ജാതിയിൽ വിശ്വസിക്കാത്ത മനുഷ്യനാണ്, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല സൗഹൃദത്തോടുകൂടി സ്നേഹബന്ധം മാത്രമാണ് എൻ്റെ, അല്ലാണ്ട് വേറൊരു ബി ഡി ജെ എസ്. ഞാനിത് എന്തുകൊണ്ടാണ് പുതിയ പാർട്ടി ഉണ്ടാക്കി ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി പാർട്ടിയോ അല്ലെങ്കിൽ മതപാർട്ടികളാണ്. ഒരു പാർട്ടി നിങ്ങൾ പറയൂ, ഇന്ത്യയിൽ നിലവിലുള്ള ഒരു പാർട്ടി ജാതിയുമല്ല മതമല്ലാത്ത ഒരു പാർട്ടിയെ നിങ്ങൾ പറയൂ, പാർട്ടി പേര് പറയൂ. എല്ലാ പാർട്ടികളിലും മതമുണ്ട്, ജാതിയുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഇതൊന്നുമില്ല. ഒരു കാര്യം കൂടി, ഇത്രയും വലിയ ശക്തരായുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്ന കേരളം പോലൊരു സ്ഥലത്ത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു കക്ഷികളൊക്കെ ആണെങ്കിലും വളരെ ജനകീയ അടിത്തറയുള്ള സംവിധാനമുള്ള ഈ ഒരു സംസ്ഥാനത്ത് താങ്കളുടെ കേരള പീപ്പിൾസ് പാർട്ടിക്ക് ഒരു തവണ വന്ന് പ്രഖ്യാപിക്കപ്പെട്ട് അത് ബി ജെ പിയിൽ ലയിച്ചു പോയൊരു പാർട്ടിയാണ്. വീണ്ടും പുനരുജ്ജീവിക്കുമ്പോൾ ഏത് നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും? അതിനൊരു മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2004 ഈ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയ ദേവനല്ല ഇന്ന്. ഞാൻ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് പൊളിറ്റിക്സ്, എന്താണ്, അപ്പോൾ ജനങ്ങളുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് വന്ന ആളാണ്. പിന്നെ അതിന് ഏറ്റവും വലിയ കാരണം ഇവിടെ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവിടെ ഉണ്ടാകുന്ന നല്ലതാണത്. പക്ഷേ ഈ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഇലക്ഷനിലും ശക്തിയില്ലാത്ത ഈ വലിയ വലിയ ഈ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമാണെന്ന് പറയുന്നു, കോൺഗ്രസ് പാർട്ടി ശക്തമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ തോൽക്കുന്നത്? ഓരോ ടൈമിലും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ശക്തിയല്ല, ജനങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളാണ്, പാർട്ടികളല്ല.